FC ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം അത് ലാലിഗയിൽ ഇനി ടേബിൾ ടോപ്പേഴ്സ് ആരാവണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു മാച്ചായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിനും ബാഴ്സലോണയ്ക്കും തമ്മിൽ ഒരു പോയിന്റിന്റെ ഡിഫറൻസിലാണ് അവർ നിൽക്കുന്നത്. സോ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. എന്തായാലും എൻ്റെ പ്രൊഡിക്ഷൻ പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാമെന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ FC ബാഴ്സലോണ നവംബർ മാസം അവരെ സംബന്ധിച്ചിടത്തോളം അത്ര അങ്ങോട്ട് നല്ല മാസം അല്ലെങ്കിലും ഇനി അങ്ങോട്ട് അവർ തിരിച്ചു വരവായിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഞ്ചേർഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം തിരിച്ചു വരുന്നു. അവർക്ക് ആ പഴയ റിതം എല്ലാം ഒന്നും കൂടെ കണക്റ്റായി കിട്ടി. അവർ ആ ഒരു തിരിച്ചു വരവിൻ്റെ എല്ലാ പാതയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തിരിച്ച് ലാലിഗയിൽ ടോപ്പേഴ്സ് ആവാൻ പറ്റിയത്. ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിക്കോട്ടെ റയലിനെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവരുടെ നല്ലൊരു സ്ക്വാഡാണ്. അതിൻ്റെ പൊട്ടൻഷ്യൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയാൻ പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ചസ് ഇൻ ലാലിഗ. എനിക്ക് തോന്നുന്നു ബാഴ്സലോണ ജയിക്കും. എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്നുള്ളത് താഴെ കമൻറ്റ് കറോ.